ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. ദശമസ്കന്ധം 27-ാം അധ്യായം ഗോവിന്ദാഭിഷേകം എന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 18-ാം ശ്ലോകം വരെ കണ്ടു. ഇനിയൊരു 10 ശ്ലോകം കൂടിയുണ്ട്. വായിക്കാം, എന്നിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ സപ്തവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഗോവർദ്ധനേ ധൃതേ ശൈലേ ആസാരാദ് രക്ഷിതേ വ്രജേ ഗോലോകാദാവ്രജത് കൃഷ്ണം സുരഭിഃ ശക്രയേവ ച. വിവിക്ത ഉപസംഗമ്യ വ്രീഡിതകൃതഹേളനഃ പസ്പർശപാദയോരേണം കിരീടേനാർക്കവർച്ചസാ. ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസഃ നഷ്ടത്രിലോകേശമദഃ ഇന്ദ്ര ആഹ കൃതാഞ്ജലിഃ. ഇന്ദ്ര ഉവാച. വിശുദ്ധസത്വം തവ ധാമ ശാന്തം തപോമയം ധ്വസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യത്തെ തേ ഗ്രഹണാനുബന്ധഃ. കുതോ नु തദ്ഭേദവൈശക്തകൃതാലോഭാദയോ യേ അബുധലിംഗഭാവാഃ തഥാപി ദണ്ഡം ഭഗവാൻ ബിഭർത്തി ധർമ്മസ്യ ഗുപ്ത്യൈ ഖലനിഗ്രഹായ. പിതാ ഗുരുസ്ത്വം ജഗദാമധീശോ ദുരത്യയകാല ഉപാത്തദണ്ഡഃ. ഹിതായ സ്വേച്ഛാതനുഭിഃ സമീഹസേ മാനം വിധുന്വൻ ജഗദീശമാനിനാം. യേ മദ്വിധാജ്ഞാ ജഗദീശമാനിനഃ ത്വാം വീക്ഷ്യ കാലേ അഭയമാശു തന്മദം ഹിത്വാര്യമാർഗം പ്രഭജന്ത്യപസ്മയാഃ. ഈഹാഖലാനാമപി തേനുശാസനം സത്വം മമൈശ്വര്യമദപ്ലുതസ്യ കൃതാഗസസ്തയ വിദുഷഃ പ്രഭാവം ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭൂത്മതിരീശ മേ സതി. തവാവതാരോയമദോക്ഷജേഹ സ്വയംവരാണാമുരുഭാരജന്മനാം ചമൂപദീനാമഭവായ ദേവ ഭവായ യുഷ്മച്ചരണാനുവർത്തിനാം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സത്വദാം പതയേ നമഃ. സ്വച്ഛന്ദോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. മയേദം ഭഗവൻ ഗോഷ്ടനാശായ സാരവായുഭിഃ ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാ തീവ്രമന്യുനാ. ത്വയേഷാനുഗൃഹീതോऽസ്മി ധ്വസ്തസ്തംഭോ വൃതോദ്യമഃ. ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗതഃ. ശ്രീശുക ഉവാച. ഏവം സങ്കീർത്തിത കൃഷ്ണോ മഘോനാ ഭഗവാനമും
മേഘഗംഭീരയാ വാച പ്രഹസന്നിതമബ്രവീത്. ശ്രീഭഗവാനുവാച മയാ തേ അകാരിമഗവന്മഗഭംഗോനുഗൃണ്ണത മദനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാഭൃശം. മാമൈശ്വര്യ ശ്രീമദാന്തോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സംബദ്ധ്യോ യസ്യ തേച്ഛാമ്യനുഗ്രഹം. ഗമ്യതാം ശക്രഭദ്രം വഹ ക്രിയതാം മേനുശാസനം സ്ഥീയതാം സ്വാധികാരേഷു യുക്തൈർവഹ സ്തംഭവർജിതൈഃ. അദാഹസുരഭിഃ കൃഷ്ണം അഭിവന്ദ്യമനസ്വിനി സ്വസന്ധാനൈരുപാമന്ത്ര്യ ഗോപരൂപിണമീശ്വരം. സുരഭിരുവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാവയമച്യുത. ത്വം നഃ പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പദേ ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവഃ. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാ നോദിതാ വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർഭാരാപനുത്തയേ. ശ്രീശുക ഉവാച ഏവം കൃഷ്ണമുമാമന്ത്രിയ സുരഭിഃ പയസാത്മനഃ ജലൈരാകാശഗംഗായാഃ ഐരാവതകരോദ്ധൃതൈഃ. ഇന്ദ്രഃ സുരർഷിഭിः സാകം നോദിതോ ദേവമാതൃഭിः അഭ്യഷിഞ്ചത ദാസാർഹം ഗോവിന്ദ ഇതി ചാഭ്യദാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തത്രാഗതാസ്തുംബുരു നാരദാദയോ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ ജഗുർയശോ ലോകമലാപഹം ഹരേഃ സുരാംഗനാസന്നനുദുർമുദാന്വിതാഃ. തം തുഷ്ടുവുർദേവനികായകേതവോ വ്യവാകിരൻശ്ചാദ്ഭുതപുഷ്പവൃഷ്ടിഭിः ലോകാഃ പരാം നിർവൃതിമാപ്നുവൻ ത്രയോ ഗാവസ്തദാഗാം അനയൻ പയോധൃതാം. നാനാരസൗഘാ സരിതോ വൃക്ഷാ ആസൻ മധുസ്രവാഃ അകൃഷ്ടപച്യൗഷധയോ ഗിരയോ അഭിഭ്രതുന്മണീൻ. കൃഷ്ണേ അഭിഷിക്തയേ താനി സത്വാനി കുരുനന്ദന നിർവൈരാണ്യഭവൻ താത ക്രൗരാണ്യപി നിസർഗതഃ. ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സഹ അനുജ്ഞാതോ യയൗ ശക്രോ വൃതോ ദേവാദിഭിർദിവം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഇന്ദ്രസ്തുതിർനാമ സപ്തവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം സുസ്വാഗതം. നാരായണ. നമ്മൾ ഗോകുലത്തെ നശിപ്പിക്കാനായിട്ട് ഘോരമായ മഴ പെയ്യിച്ചതായിട്ടുള്ള ഇന്ദ്രന് പരാജയമുണ്ടായതും
ഭഗവാൻ ഗോകുലത്തെ രക്ഷിച്ചതുമായിട്ടുള്ള കഥ പൂർവ്വ അധ്യായത്തിൽ കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ അധ്യായത്തിൽ പശ്ചാത്താപ വിവശനായ കുറ്റബോധത്തോടു കൂടിയവനായ ഇന്ദ്രൻ ഭയത്തോടുകൂടെ ലജ്ജയോടുകൂടെ സുരഭിയെയും മുൻനിർത്തിക്കൊണ്ട് ഈ കൃഷ്ണനെ ഭഗവാനെ ഏകാന്തത്തിൽ വന്ന് ദർശിക്കുകയാണ്. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ച സ്തുതി, അതിമനോഹരമായ സ്തുതി നമ്മൾ കണ്ടു. ഭഗവാന്റെ തത്വം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശുദ്ധ സത്വസ്വരൂപനാണ്. ഈ ലോക രക്ഷയ്ക്കായിക്കൊണ്ട് ദുഷ്ടനിഗ്രഹത്തിനായിക്കൊണ്ട് വിവിധങ്ങളായ അവതാരങ്ങളെ ധരിക്കുന്നു. അതിൽ ഒരു അവതാരമാണിത്. അതുകൊണ്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന കൂട്ടത്തിൽ എന്നെയും എൻ്റെ തെറ്റുകൾക്ക് ശിക്ഷിച്ചതും ഉത്തമം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് അങ്ങനെയുള്ള ദണ്ഡധരന്മാരായ ഈശ്വരന്മാർ ആവശ്യമാണ്, എല്ലാവരെയും നേരായ വഴിക്ക് നയിക്കാൻ. അല്ലെങ്കിൽ ഈ ലോകം നാഥനില്ലാത്ത പശുക്കളുടെ കൂട്ടം പോലെയോ ആട്ടിൻ കൂട്ടം പോലെയോ അധപതിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും നാഥനുണ്ട്, എല്ലാവർക്കും നിയന്താവുണ്ട്, തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ മാത്രമേ ഈ ലോകം മര്യാദയ്ക്ക് നടന്നു പോകുള്ളൂ. അതുകൊണ്ട് അങ്ങ് ചെയ്തത് യാതൊരു ദോഷവുമില്ലാത്ത കാര്യമാണ്, ചെയ്യേണ്ട കർത്തവ്യമാണ് ഈശ്വരനായ അങ്ങ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് താൻ കുറ്റവാളിയാണെന്നും തൻ്റെ അപരാധം പൊറുക്കണമെന്നും അപേക്ഷിക്കുന്നു. ഐശ്വര്യമതപ്ലുതസ്യ മമ കൃതാകസഹ അവിദുഷഃ തേ പ്രഭാവം. അങ്ങയുടെ പ്രഭാവമറിയാത്തവനും ഐശ്വര്യമതത്തിൽ മുഴുകിയവനും അപരാധം ചെയ്തവനുമായിട്ടുള്ള മൂഢബുദ്ധിയായ എൻ്റെ ഈ അപരാധം ക്ഷന്തുമർഹസി. അങ്ങ് പ്രഭുവാണ്, ഞാനോ നിസാരനാണ്. അപ്പോൾ നിസാരന്മാർ ചെയ്യുന്ന തെറ്റുകൾ ശക്തന്മാരായിട്ടുള്ള ആളുകൾ പൊറുക്കേണ്ടതാണ്. ഇനി ഞാൻ ഒരിക്കലും ഇതുപോലെ ആവരുത്, എനിക്ക് ഈ ഒരു അസദ്ബുദ്ധി ഇനി ഉണ്ടാവരുത്. മൈവം പുനർഭൂവും അതിരീശമേ അസതി. അപ്പോൾ ഇതുപോലെയുള്ള സ്വയംവരന്മാർ അഥവാ സ്വാർത്ഥന്മാരായിട്ടുള്ള ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ടുള്ള ആളുകളെ, ആ സേനാനായകന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരെ നിഗ്രഹിക്കാൻ അല്ലെങ്കിൽ അവരെ അടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആണല്ലോ അങ്ങയുടെ അവതാരം. അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം. അങ്ങ് തന്നെയാണ് ഭഗവാൻ, അങ്ങ് തന്നെയാണ് ആ വിരാട് പുരുഷൻ, പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം. അങ്ങ് മഹാത്മാവാകുന്നു, അങ്ങ് വാസുദേവനും കൃഷ്ണനും സാത്വതാം പതിയുമാകുന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് സ്വച്ഛന്തമായി ദേഹത്തെ സ്വീകരിക്കുന്നു. അങ്ങ് വിശുദ്ധമായ ജ്ഞാനസ്വരൂപനാണ്. അങ്ങ് തന്നെയാണ് സർവസ്വവുമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സർവാത്മാവായിരിക്കുന്നത്, സർവകാരണനായിരിക്കുന്നത്, സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്നതും അങ്ങ് തന്നെ. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം. എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള യജ്ഞം വിഹനിക്കപ്പെട്ടപ്പോൾ എൻ്റെ അഭിമാനം കൊണ്ട് എനിക്ക് ക്രോധമുണ്ടായി, തീവ്രമന്യുണ്ടായി. അതുകൊണ്ട് ഈ ഗോഷ്ഠത്തെ നശിപ്പിക്കുവാൻ ഞാൻ കാറ്റും മഴയും കൊണ്ട് ശ്രമിച്ചു, എൻ്റെ ഈ ചേഷ്ടിതം. അപ്പോൾ എൻ്റെ അപരാധമാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പതാ അങ്ങയാൽ ഞാൻ അനുഗ്രഹീതനായി, അതുകൊണ്ട് എൻ്റെ അഹങ്കാരം ശമിച്ചു. ഇപ്പം എൻ്റെ ഉദ്യമം പരാജയപ്പെട്ടതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം എനിക്ക് വകതിരിവുണ്ടായല്ലോ, എൻ്റെ സ്വാമിയെ ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. ഈശ്വരനും ഗുരുവും ആത്മാവുമായിരിക്കുന്ന അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ച് ക്ഷമാപരാധം ചെയ്ത് നമസ്കരിച്ചു. ഇങ്ങനെ ഇന്ദ്രനാൽ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാൻ മേഘഗംഭീരമായ വാക്കുകൾ കൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന്
ഭഗവാന്റെ വാക്കുകളും നമ്മൾ കണ്ടു. ഹേ മഘവൻ, അല്ലയോ ഇന്ദ്ര, നിന്റെ മഖഭംഗം മയാ അനുഗൃണ്ണത അകാരി, നിന്നെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ യാഗഭംഗം ഞാൻ ചെയ്തത്. എന്തിനാ? നീ ഇന്ദ്രശ്രിയ വൃഷം മത്തനാണ്, മതിച്ചിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള നിനക്ക് ആ ശ്രീ ഐശ്വര്യ മതം പോയി മതനുസ്മൃതയേ നിത്യം, എപ്പോഴും എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു ശിക്ഷ നിനക്ക് നൽകിയത്, നിന്റെ മഖഭംഗം ചെയ്തത്. നീ ഐശ്വര്യ ശ്രീമതാന്തനായി ദണ്ഡപാണിയായ എന്നെ കാണുന്നില്ല. അപ്പോൾ ആരെയാണോ ഞാൻ അനുഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നത്, യസ്യ അനുഗ്രഹം ഇച്ഛാമി തം സമ്പദ്യോ ഭ്രംശയാമി, അവനെ ഞാൻ അവന്റെ സമ്പത്തുകളിൽ നിന്ന് ആദ്യം ഭ്രംശിപ്പിക്കുന്നു, ഭ്രഷ്ടനാക്കുന്നു. അവന് മതകാരണമായിരിക്കുന്ന വസ്തുക്കളെയൊക്കെ ഞാൻ അവനിൽ നിന്ന് തട്ടിക്കളയുന്നു. അപ്പൊ അവനൊന്നുമില്ലാതെ എന്താ പറയുക, ദരിദ്രനായി തീരുമ്പോൾ അവന്റെ മതം പോയി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് ഹേ ശക്ര ഗമ്യതാം ബഹഭദ്രം, നിനക്ക് മംഗളം ഭവിക്കട്ടെ. മേ അനുശാസനം ക്രിയതാം, എന്റെ അനുശാസനത്തെ നീ അനുസരിച്ചാലും. സ്തംഭവർജിതൈഹി യുക്തൈഹി സ്വാധികാരേഷു സ്ഥീയതാം, നീയും നിന്നെ പോലെയുള്ള ദേവന്മാരെല്ലാവരും തന്നെ അഹങ്കാരം വർജിച്ചുകൊണ്ട് വേണ്ട യോഗ്യതയോടുകൂടി യുക്തരായി, വിനയയുക്തരായി, ശ്രദ്ധയും ഭക്തിയോടും കൂടെ അവരവരുടെ അധികാരങ്ങളിൽ സ്ഥിതി ചെയ്തോളൂ. അവരവരുടെ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുമ്പോഴും എന്നെ മറക്കാതിരിക്കുക, അഹങ്കരിക്കാതിരിക്കുക. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു. ആ സമയത്ത് ആ സുരഭി വന്ന്, മനസ്വിനിയായ സുരഭി കൃഷ്ണം അഭിവന്ദ്യ സ്വസന്താനൈഹി ഗോപരൂപിണം ഈശ്വരമുപാമന്ത്ര്യ ആഹ, തന്റെ സന്താനങ്ങളായ പശുക്കളും അപ്പോഴേക്കും വന്നു. അവരോടുകൂടെ ഭഗവാനെ സമീപിച്ച് ഗോപരൂപിയായ ഈശ്വരനായ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞു, ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, അഥവാ ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചു. 2-3 ശ്ലോകങ്ങളേ ഉള്ളൂ ആ സുരഭിയുടെ വാക്കുകൾ. അവിടുന്ന് തുടങ്ങാം. നമ്മളിപ്പോൾ 18-ാം ശ്ലോകം വരെയാണ് പറഞ്ഞു നൽകിയത്. ഇനി 10 ശ്ലോകങ്ങൾ പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ സുരഭിരുവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാവയമച്യുത. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാവയമച്യുത. ഭഗവാനെ സംബോധന ചെയ്യുന്നതാണ്. ഹേ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ അച്യുത. ഭഗവാനെ വിവിധങ്ങളായ നാമങ്ങളെ കൊണ്ട് സംബോധന ചെയ്തു. കൃഷ്ണ കൃഷ്ണ, ആദ്യം കൃഷ്ണ കൃഷ്ണ എന്ന്, അല്ലയോ കൃഷ്ണ, ആനന്ദസ്വരൂപനായിരിക്കുന്നവനെ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്നവനെ, മഹായോഗിൻ, മഹായോഗിയാണങ്ങ്, യോഗേശ്വരനാണങ്ങ്. അങ്ങനെയുള്ള മഹായോഗിയായിരിക്കുന്ന ഭഗവാനെ, വിശ്വാത്മൻ, ഈ വിശ്വത്തിന്റെ മുഴുവൻ ആത്മാ അഥവാ കാരണമായിരിക്കുന്നവനെ, ലോകത്തിന്റെ നിമിത്ത കാരണമായിരിക്കുന്നവനെ, വിശ്വസംഭവ, ഈ വിശ്വത്തെ സംഭവിപ്പിച്ചവനെ, സൃഷ്ടിച്ചവനെ എന്നർത്ഥം. വിശ്വത്തിന് കാരണഭൂതനായിരിക്കുന്നവനെ വിശ്വസംഭവ. ഹേ അച്യുത, അലയോ സ്വരൂപ വിസ്മൃതിയില്ലാത്തവനെ, ച്യുതിയില്ലാത്തവനെ, നാശമില്ലാത്തവനെ, ലോകനാഥേന ഭവതാ വയം സനാഥാഹ. ലോകനാഥനായ അങ്ങയാൽ, ലോകനാഥേന ഭവത വയം സനാഥാഹ, വയം ഗാവഹ, ഞങ്ങൾ ഈ പശുക്കൾ ഇപ്പൊ നാഥനുള്ളവരായി. ലോകനാഥനാണങ്ങ്,
ലോകനാഥനായ അങ്ങ് ഞങ്ങളെയും വെടിഞ്ഞില്ല. ഞങ്ങൾക്കും അങ്ങ് തന്നെയാണ് രക്ഷകൻ, ആശ്രയമായിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ബോധ്യമായി ആരാണ് ഞങ്ങളുടെ നാഥനെന്ന്, ആരെയാണ് ആശ്രയിക്കേണ്ടതെന്ന്. കാരണം അങ്ങത് തെളിയിച്ചു ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട്. വേറൊരാളെ ഞങ്ങളുടെ നാഥനെന്ന് കരുതിയിരുന്നു. അയാൾ നാഥനല്ല, അയാൾ ഞങ്ങളുടെ ശത്രുവാണ്. അല്ലെങ്കിൽ ഞങ്ങളെ അയാളുടെ വിവരക്കേട് കൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയില്ല ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളാണ്, ഞങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. ധർമ്മത്തെയും ഗോക്കളെയും ഒക്കെ രക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ദേവേന്ദ്രൻ ഞങ്ങൾക്ക് ആ രക്ഷയല്ല തന്നത്, ഞങ്ങളുടെ വംശത്തെ തന്നെ മുടിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ ശരിക്കും ഞങ്ങൾക്ക് ബോധ്യം വന്നു, അയാളല്ല ഞങ്ങളുടെ ഇന്ദ്രൻ, അങ്ങാണ് ഞങ്ങളുടെ ഇന്ദ്രൻ എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. അപ്പൊ ഇവിടെ എന്താ പറയുക, ഗോക്കളുടെ മുഴുവൻ പ്രതിനിധിയായി സുരഭി പറയണ ഈ ഇന്ദ്രനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അങ്ങാണ് ആശ്രയയോഗ്യൻ, ഞങ്ങളുടെ രക്ഷകൻ, യഥാർത്ഥ രക്ഷകൻ. നമ്മളൊക്കെ എങ്ങനെയാണോ ഇലക്ഷനിൽ ഒരു കൂട്ടർക്ക് വോട്ട് ചെയ്തു, അത് വോട്ട് കിട്ടി, അവർ ജയിച്ചു പോയി, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ബോധ്യം വന്നു, അയ്യോ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല ഇവര്, അവരുടെ സ്വന്തം കാര്യം നോക്കാനാണ് അവരൊക്കെ ജയിച്ചു വന്നത്. അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കൽ മാത്രമല്ല, നമ്മൾക്ക് ഹാനികരമായിട്ടുള്ള പല നിയമങ്ങളും അവര് ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് ഇവരെ കൊണ്ട് ക്ലേശമാണ് ഉണ്ടായിട്ടുള്ളത്, നാശമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവരെ ഇനിമേലിൽ ജയിപ്പിക്കാൻ പാടില്ല. നമുക്ക് നമ്മളെ ആര് രക്ഷിക്കും എന്ന് തോന്നുന്നുവോ അവർക്ക് വേണം അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാൻ, അല്ലേ? നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ അഭിപ്രായം മാറുന്നത്? അതുപോലെ ഇവിടെ സുരഭിക്കും അഭിപ്രായം മാറി, ഇന്ദ്രനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പോയി. ഇന്ദ്രനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആരോടൊക്കെയുള്ള ദേഷ്യം കൊണ്ട് അത് പശുക്കളുടെ നേരെയാ കാണിച്ചത്. ഗോപന്മാരോടോ അല്ലെങ്കിൽ ആ ഗോപന്മാരെ ഇന്ദ്രയാഗം മാറ്റി നിർത്തി ഗോവർദ്ധന പൂജ ചെയ്യിപ്പിച്ചതായിട്ടുള്ള കൃഷ്ണനോടോ ഉള്ള ദേഷ്യം നിരപരാധികളായ നിസ്സഹായന്മാരായ ഈ പശുക്കളോടാണോ കാണിക്കുക? അല്ലേ? ഞങ്ങൾക്കത് ബോധ്യമായി. പക്ഷെ ഞങ്ങൾക്കിപ്പോ കൂടുതൽ ധൈര്യമായി. എന്താ? ആര് തന്നെ ഞങ്ങളെ എന്തെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ നാഥനായി, ഞങ്ങളുടെ രക്ഷകനായി അങ്ങുണ്ട് എന്നുള്ളതായിട്ടുള്ള ധൈര്യം. അതാണ് ഭവതാ ലോകനാഥേന സനാദാവയമച്യുത. ഇതാരുടെ മുമ്പിലാ പറയണ? ഇന്ദ്രന്റെ മുമ്പിൽ തന്നെയാ പറയണത്. ആ ഇന്ദ്രനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ പരിഭവം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ സുരഭി വന്നില്ലായിരുന്നെങ്കിൽ ഭഗവാൻ ഇന്ദ്രനോട് ക്ഷമിക്കുമോ എന്ന കാര്യം സംശയിക്കേണ്ടതാണ്. അപ്പോ ഇന്ദ്രൻ സുരഭിയെ കൂട്ടിയിട്ട് വരണമെങ്കിൽ, സുരഭി ഇന്ദ്രന്റെ കൂടെ വരണമെങ്കിൽ ഒരു കോംപ്രമൈസ് ആയിട്ടുണ്ട്. ഇന്ദ്രൻ സുരഭിയോടും ക്ഷമാപണം ചെയ്ത് കാണണം, അല്ലേ? അതൊക്കെ എന്താ പറയുക, വരികളുടെ ഇടയിൽ നമ്മൾ വായിക്കേണ്ടതാണ്. ഈ സുരഭി ഇന്ദ്രൻ വിളിച്ചാൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ വംശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള ഇന്ദ്രന്റെ കൂടെ സുരഭി വരാൻ തയ്യാറാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇന്ദ്രൻ തന്റെ തെറ്റു മനസ്സിലാക്കി ആ സുരഭിയോട് ചെന്ന് ക്ഷമാപണം ചെയ്തിട്ടുണ്ടാവും. ആ സുരഭിയോട് തന്നെ രക്ഷിക്കാനായിട്ട്, താൻ ഇനിമേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കേടൊന്നും ചെയ്യില്ല, എന്നെ രക്ഷിക്കണം, നീ വിചാരിച്ചാൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ, നീ എൻ്റെ കൂടെ വരണം, വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടാവണം. ഈ സുരഭിക്ക് പകരം വേറെ ആര് വന്നാലും അതുപോലെ ആവില്ല. ഗോമാതാവായ സുരഭി ഭഗവാന്റെ അടുത്ത് വന്ന് ഇന്ദ്രനെ ഇന്ദ്രന്റെ കൂടെ വന്ന് ഇന്ദ്രനോട് വലിയ ദേഷ്യമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി എന്ന് പ്രകടിപ്പിക്കണം. അപ്പോഴേ ഭഗവാൻ ഇന്ദ്രനോട് പൊറുക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഇപ്പൊ ഇന്ദ്രൻ ചെയ്തത്. ഗോമാതാവിനെ കൂട്ടിയിട്ട് വന്നു. അപ്പൊ കൂട്ടിയിട്ട് വരണമെങ്കിൽ ക്ഷമാപണം പറഞ്ഞിട്ടുണ്ടാവും.
ആ ക്ഷമാപണം പറഞ്ഞു കഴിഞ്ഞാലും ആ സുരഭിയുടെ ഉള്ളിൽ മുമ്പ് ഇയാൾ ചെയ്തതായിട്ടുള്ള കുരുത്തക്കേട് മറക്കൊന്നുമില്ല. അതുകൊണ്ട് ഇവനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല, ഞങ്ങളുടെ ഇന്ദ്രൻ അങ്ങാണ് എന്ന് എടുത്തു പറയണത്. അങ്ങനെയാണ് ഗോവിന്ദ നാമം സുരഭി തന്നെയാണ് ആദ്യം പറയുന്നത് ഭഗവാന്. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാവയമച്യുത ത്വം നഃ പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പതേ ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവഃ ത്വം നഃ പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പതേ ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവഃ. ജഗത്പതേ, ഈ ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്നവനെ എന്ന ഭഗവാനെ സംബോധനയാണ്. ത്വം നഃ പരമകം ദൈവം, ത്വം അങ്ങ്, നഃ അസ്മാകം പരമകം ദൈവം ഏറ്റവും ശ്രേഷ്ഠനായ ദൈവമാകുന്നു, ഈശ്വരനാകുന്നു, ഞങ്ങളുടെ നാഥനാകുന്നു. ഏറ്റവും ഉത്കൃഷ്ട പരമം തന്നെയാണ് പരമകം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ വിശേഷമായി. പരമം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്, ദ സുപ്രീം എന്നൊക്കെ അർത്ഥം തന്നെയാണ്. അതിനെ കം എന്നുള്ള ആ ഒരു അക്ഷരം പ്രയോഗിക്കുന്നതോടുകൂടി അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠനായ ദൈവം അങ്ങ് തന്നെയാകുന്നു, ഞങ്ങളുടെ പരമദൈവം അങ്ങ് തന്നെയാകുന്നു. നീ ഏ സാധവഃ ഗോവിപ്രദേവാനാം ഭവായ ത്വം നഃ ഇന്ദ്രഃ ഭവ. സാധുക്കളായിരിക്കുന്നവരാണ് ഈ ഞങ്ങളൊക്കെ. ആരൊക്കെയാണ്? ഗോവിപ്ര ദേവന്മാര്. അപ്പൊ ഏ സാധവഃ, ദേവന്മാരുടെ ഇടയിലും മോശക്കാരുണ്ടാവും, ബ്രാഹ്മണരുടെ ഇടയിലും മോശക്കാരുണ്ടാവും, ഗോക്കളുടെ ഇടയിലും മോശക്കാരുണ്ടാവാൻ വഴിയില്ല. അപ്പൊ ഗോക്കൾ, വിപ്രന്മാർ, ദേവന്മാർ, ഇവരുടെ ഇടയിൽ ഏ സാധവഃ, ആരാണോ മര്യാദക്കാർ, ആരാണോ സാധുക്കളായിരിക്കുന്നവർ, അങ്ങനെയുള്ള നഃ ഭവായ ത്വം ഭവ, ഞങ്ങളുടെ ഭവത്തിനായിക്കൊണ്ട്, ഞങ്ങളുടെ അഭ്യുദയത്തിനായിക്കൊണ്ട്, ഞങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ട്, ത്വം ഇന്ദ്രഃ ഭവ, അങ്ങ് ഇന്ദ്രനായി ഭവിച്ചാലും, ഞങ്ങളുടെ നായകനായി ഭവിച്ചാലും, രക്ഷകനായി ഭവിച്ചാലും തന്നെയാണ് ഇന്ദ്രഃ ഭവ. അപ്പൊ അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഇന്ദ്രനായി ഭവിക്കണം, അങ്ങാണ് ഞങ്ങളുടെ ഇന്ദ്രൻ, ഈ ഇന്ദ്രനെ നമ്പാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. നമ്മളും മറ്റ് ഏത് ദേവതകളെ ആരാധിക്കുമ്പോഴും ആ ദേവതകളൊക്കെ തന്നെ ആ പരമാത്മാവിന്റെ അംശങ്ങളാണ്, വിഭൂതികളാണ്, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ഭാവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന അറിവോടുകൂടി ആ ദേവന്മാരെ ബഹുമാനിക്കാം. ഏത് ദേവനെ ബഹുമാനിക്കുമ്പോഴും നമ്മൾ ആരെയാ ബഹുമാനിക്കുന്നതെന്ന് മറക്കരുത്. ഈ ദേവന്മാരെ ഈ സ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ആ ആളെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്, ദേവദേവനായിട്ടുള്ള ഭഗവാൻ. അപ്പൊ ഇവിടെ ഇന്ദ്രഃ എന്ന് പറഞ്ഞതിലൂടെ അങ്ങ് മനുഷ്യനല്ല, അങ്ങ് ദേവദേവനാണ്, ദേവന്മാർക്കും ദേവനാണ്, ദേവന്മാരെയും നിയന്ത്രിക്കുന്ന മഹാദേവനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങാണ് ഞങ്ങളുടെ യഥാർത്ഥ ഇന്ദ്രൻ, ഞങ്ങളുടെ രക്ഷകൻ, പാലകൻ എന്ന് പറയുകയാണ്. ത്വം നഃ പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പതേ ഭവായ ഭവ ഗോവിപ്രദേവാനാം യേ ച സാധവഃ. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഉറപ്പിക്കേണ്ടത്. ഏത് ദേവന്മാരെ നമ്മൾ പൂജിച്ചാലും, ഏത് ദേവന്മാർ പ്രസാദിച്ചാലും അവരിലൂടെ വരുന്നതായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം തന്നെ ആര് തരുന്നതാണ്? മയൈവ വിഹിതാൻ ഹിതാൻ എന്ന് ഭഗവാൻ പറയും. മയായേവ വിഹിതാൻ, എന്നാൽ തന്നെ നൽകപ്പെട്ടതാണ്. ഈ ദേവന്മാരൊക്കെ വെറും പോസ്റ്റ്മാൻമാരാണ്, ഭഗവാൻ തരുന്നത് കൊണ്ടുതരുന്നു. അല്ലേ? നമുക്ക്
നമുക്ക് വേണ്ടപ്പെട്ടവരാരോ നമുക്ക് മണി ഓർഡർ അയക്കുന്നു, അത് പോസ്റ്റ്മാൻ കൊണ്ടുതരുന്നു. നമ്മൾ ആരെയാ ബഹുമാനിക്കേണ്ടത് കൂടുതൽ? പോസ്റ്റ്മാനെയാണോ അയച്ചവരെയാണോ? പോസ്റ്റ്മാൻ ആരായാലും കൊണ്ടുതരാൻ ബാധ്യസ്ഥനാണ്. അയാൾ കൊണ്ടു തന്നില്ലെങ്കിൽ അയാളുടെ പണി പോവും. അത് ആരാവട്ടെ, ആര് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് പോസ്റ്റ്മാൻ അയാളുടെ ഡ്യൂട്ടി ചെയ്യണം. അയാൾ ഒരു ഔദാര്യവും നമ്മളോട് ചെയ്യുന്നില്ല. നമ്മളോടുള്ള ഡ്യൂട്ടി ചെയ്യാൻ അയാൾക്ക് അവസരം കിട്ടുന്നതുകൊണ്ടാണ് അയാൾക്ക് തൊഴിൽ നിൽക്കുന്നത്, അല്ലേ? അയാൾക്ക് ആ പോസ്റ്റ്മാന്റെ പണി കിട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിക്കുന്നത് കൊണ്ട്. ആരും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റൊക്കെ ഉപയോഗിക്കാതായി കഴിഞ്ഞാലോ ഒരു കത്തിടപാടുകളും ഒരു തരത്തിലുള്ള മണി ഓർഡറുകളും ഒരു ഇടപാടുകളും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകാരുടെ അവിടെയുള്ള ജോലിക്കാരുടെ ജോലിയൊക്കെ പോകും. ആവശ്യമില്ലാതെ എന്തിനാപ്പോ അപ്പോയിന്റ്മെന്റ് ചെയ്യണം? അപ്പൊ തീർച്ചയായിട്ടും ഒരു പോസ്റ്റ്മാൻ അയാളുടെ ജോലി എടുക്കുന്നത് അയാളുടെ വയറ്റുപഴപ്പിന് വേണ്ടിയിട്ടാണ്. അയാൾ നമ്മളെ സേവിക്കുന്നു എന്നുള്ളത് ഒരു നിമിത്തം മാത്രം. അപ്പൊ ആരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? നമുക്ക് മണി ഓർഡർ അയച്ച ആളെയാണ്. അതുപോലെ ഈ ദേവന്മാരൊക്കെ ഭഗവാൻ കൊടുത്തതിനെ നമുക്ക് കൊണ്ടുതരാനുള്ള മധ്യസ്ഥർ മാത്രമാണ്, ഇടനിലക്കാർ, അല്ലെ? ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ടും ഭഗവാനെ പിടിക്കാം. പക്ഷെ നമ്മൾ ഭഗവാനെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് ചില കാര്യങ്ങൾക്ക് ഇടനിലക്കാരെ പിടിക്കുന്നു. അപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഇടനിലക്കാരൻ ഭഗവാന്റെ ആളാണ്, ഭഗവാന്റെ മെസ്സഞ്ചറാണ്, ഭഗവാൻ നൽകുന്ന അനുഗ്രഹം കൊണ്ടുതരുന്ന ആളാണ്. ഈ ബോധത്തോടെ എല്ലാ ദേവതകളെയും നമുക്ക് ബഹുമാനിക്കാം, അവരെയൊക്കെ സേവിക്കാം, അവരിൽ നിന്ന് വരുന്ന ഫലങ്ങളൊക്കെ സ്വീകരിക്കാം. പക്ഷെ അപ്പോഴും മറക്കാതിരിക്കണം ആരെ? എല്ലാറ്റിനും മുകളിലിരിക്കുന്ന പരമാത്മാവായ ഭഗവാനെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഗോക്കൾ, വിപ്രന്മാർ, ദേവന്മാർ, ഇവരിൽ സാധുക്കളായിട്ട് ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ക്ഷേമത്തിനായിക്കൊണ്ട്, അഭ്യുദയത്തിനായിക്കൊണ്ട് അങ്ങ് ഇന്ദ്രനായി ഭവിച്ചാലും, ഞങ്ങളുടെ ഇന്ദ്രനായിട്ട് അങ്ങ് ഭവിച്ചാലും ഞങ്ങൾ അങ്ങയെ തന്നെ ചുമതല ഏൽപ്പിക്കുന്നു, അങ്ങയെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഇന്ദ്രനായി തെരഞ്ഞെടുക്കുന്നു. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോദിതാ വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർ ഭാരാപനുത്തയേ. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോദിതാ വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർ ഭാരാപനുത്തയേ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോണു? അങ്ങയെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യാൻ പോകുന്നു. മാത്രമല്ല വേറൊരാൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം. ആരാണ്? ബ്രഹ്മണാ നോദിതാവയം. ബ്രഹ്മദേവനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. എന്തിനായിക്കൊണ്ട്? നഹ ഇന്ദ്രം ത്വാം അഭിഷേക്ഷ്യാമഹ. നഹ ഇന്ദ്രം ഞങ്ങളുടെ രക്ഷകനായി, ഞങ്ങളുടെ ഇന്ദ്രനായി, ഞങ്ങളുടെ പാലകനായി, ത്വാം അങ്ങയെ അഭിഷേക്ഷ്യാമഹ ഞങ്ങൾ അഭിഷേകം ചെയ്യും. അപ്പൊ ഞങ്ങളോട് ഈ ബ്രഹ്മദേവൻ പ്രേരിപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ എല്ലാം നാഥനായി, രക്ഷകനായി നിങ്ങൾ ഭഗവാനെ ഇന്ദ്രനായി തെരഞ്ഞെടുക്കൂ, അഭിഷേകം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മദേവൻ ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് സുരഭി എന്ന ജീവനോട് ഉപദേശിച്ചു, ആ ഭഗവാനെ ആശ്രയിക്കൂ. ബാക്കിയുള്ള ഇടനിലക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ വിഭൂതികളായി മാത്രം കാണൂ. അദ്ദേഹം കൊടുത്ത അധികാരവും പദവിയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്തയക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കൊണ്ടുതരാനുള്ള ആളുകളാണ് ഈ ഇടയിലുള്ള ദേവന്മാരൊക്കെ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ രക്ഷകനായി ആശ്രയിക്കേണ്ടത് ആ ഭഗവാനെയാണ് എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് ഈ സുരഭിയെ ഉപദേശിച്ചിരിക്കുന്നു.
ആ സുരഭി അതാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അതാണ് ബ്രഹ്മണാ നോദിതാഹ വയം നഹ ഇന്ദ്രം ത്വാം അഭിഷേക്ഷ്യാമഹ. ഹേ വിശ്വാത്മൻ, അല്ലയോ ലോകത്തിന്റെ മുഴുവൻ ആത്മാവായിരിക്കുന്നവനെ, ഭൂമേഹേ ബാരാപനുത്തയെ അവതീർണഃ അസി. ഈ ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കാനായിക്കൊണ്ട്, തീർക്കാനായിക്കൊണ്ട്, അപനോദനം ചെയ്യാനായിക്കൊണ്ട് അവതീർണനാണല്ലോ അങ്ങ്, അവതരിച്ചവനാണല്ലോ. അപ്പോ ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളുടെ മാത്രമല്ല എല്ലാ സജ്ജനങ്ങളെയും രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും അഹങ്കാരികളുടെ ദർപ്പം ശമിപ്പിക്കാനും ഒക്കെയാണല്ലോ അങ്ങയുടെ അവതാരം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഇന്ദ്രൻ ഇനിമേൽ ഞങ്ങളുടെ ഇന്ദ്രനല്ല. ഇന്നു മുതൽ ഞങ്ങളുടെ ഇന്ദ്രൻ അങ്ങാകുന്നു എന്നും കൂടി അവർ ആ പശുക്കള് അല്ലെങ്കിൽ സുരഭി നല്ല വിവേകം പ്രകടിപ്പിച്ചു. നമ്മളോ അല്ലേ, ഈ പശുക്കൾക്ക് പോലും ഈ ഒരു വിവേകമുണ്ടായി. മനുഷ്യരായിട്ടുള്ള നമ്മളോ തിരിച്ചറിഞ്ഞുവോ? ആ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്, പരമാത്മാവിനെയാണ് ആശ്രയിക്കേണ്ടത്. ബാക്കിയുള്ള ദേവതകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പരമാത്മാവിൻ്റെ അംശങ്ങൾ, വിഭൂതികൾ, ദൂതന്മാർ, കിങ്കരന്മാർ മാത്രമാണ്. അതുകൊണ്ട് പരമാത്മാവായ ഭഗവാനെ മറക്കാതിരിക്കുക. ഇതാണ് താല്പര്യം. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാ നോദിതാ വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർഭാരാപനുത്തയേ. ഈ സുരഭി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും സുരഭിയും കൂടി ഭഗവാന് ഗോവിന്ദാഭിഷേകം ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. ശ്രീ ശുക ഉവാച ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിഃ പയസാത്മനഃ ജലൈരാകാശഗംഗായാഃ ഐരാവതകരോദ്ധൃതൈഃ ഇന്ദ്രസുരർഷിഭിഃ സാകം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ചതദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി 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 ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിഃ പയസാത്മനഃ ജലൈരാകാശഗംഗായാഃ ഐരാവതകരോദ്ധൃതൈഃ ഇന്ദ്രസുരർഷിഭിഃ സാകം നോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ചതദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാത്. ശ്രീശുക ബ്രഹ്മർഷി ആ സന്ദർഭത്തെ അവതരിപ്പിക്കുന്നു. ഏവം കൃഷ്ണം ഉപാമന്ത്ര്യ സുരഭിഃ. സുരഭിഃ, ആ സുരഭി, ആ പശുക്കളുടെ മുഴുവൻ മാതാവായ കാമധേനു. ഏവം ഇപ്രകാരം കൃഷ്ണം ഉപാമന്ത്ര്യ, കൃഷ്ണനോട് അടുത്തു ചെന്നിങ്ങനെ പറഞ്ഞിട്ട്, സംബോധന ചെയ്ത് പറഞ്ഞിട്ട്, ഉപാമന്ത്ര്യ ആത്മനഃ പയസ, തന്റെ തന്നെ പാലുകൊണ്ടും. ആത്മനഃ പയസ എന്ന് പറഞ്ഞാൽ സുരഭേഹേ പയസ, സുരഭിയുടെ പാലുകൊണ്ടും. ദേവമാതൃഭിഃ നോദിതഃ, ആ ദേവന്മാരുടെ അമ്മമാരാൽ നോദിതഃ പ്രേരിപ്പിക്കപ്പെട്ടവനായ ഇന്ദ്രഃ. ദേവമാതാ അതിഥിയാണ് മുഖ്യം. അപ്പൊ അതിഥി മുതലായവരാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള ഇന്ദ്രൻ സുരർഷിഭിഃ സാകം, ദേവർഷിമാരോടും കൂടെ ചേർന്ന്. അപ്പോഴേക്കും ദേവർഷിമാര് അല്ലെ, നാരദനോ അതുപോലെയുള്ള ദേവർഷിമാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അങ്ങനെ ഐരാവത കരോദ്ധൃതൈഃ ആകാശഗംഗായാഃ ജലൈഃ, ഐരാവതത്തിന്റെ കരത്തിൽ തുമ്പിക്കൈയിൽ കൊണ്ടുവരപ്പെട്ടത്, ഉദ്ധൃതമായത്.
അപ്പോൾ ഐരാവതത്തിന്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവരപ്പെട്ടതും ആയിട്ടുള്ള ആകാശഗംഗായാഹ ജലൈഹി, സ്വർഗത്തിലുള്ള ഗംഗയുടെ ജലം കൊണ്ട്, ആകാശഗംഗയുടെ ജലം കൊണ്ട് ആ ദാശാർഹൻ യാദവ പ്രമുഖനായിട്ടുള്ള ആ കൃഷ്ണനെ നർത്തം ആ ഭഗവാനെ അഭ്യഷിഞ്ചത, അഭിഷേകം ചെയ്തു. എന്നിട്ടോ ഗോവിന്ദ ഇതി അഭ്യദാദിച്ച, ഗോവിന്ദൻ എന്ന് അഭിദാനം ചെയ്യുകയും ചെയ്തു. അഭിദാനം പേര് വിളിക്കുക, നാമകരണം ചെയ്തു. ഭഗവാന് ഗോവിന്ദൻ എന്ന് സുരഭിയും ഇന്ദ്രനും കൂടി അഭിഷേകം ചെയ്ത്, സുരഭി തന്റെ പാലുകൊണ്ടും ഇന്ദ്രൻ ഐരാവതത്തിന്റെ കരത്തിൽ കൊണ്ടുവന്നതായിട്ടുള്ള തുമ്പിക്കൈയിൽ കൊണ്ടുവന്ന സ്വർഗഗംഗ കൊണ്ടും രണ്ടുപേരും ഒരേ സമയം ഭഗവാൻ അഭിഷേകം ചെയ്ത് ഗോവിന്ദനാമം ഭഗവാനെ വിളിച്ചു. ഇപ്പൊ ഗോക്കളുടെയും ഗോകുലത്തിന്റെയും മുഴുവൻ പരിപാലിക്കുന്നവൻ എന്ന സാമാന്യ അർത്ഥത്തില് ഇവിടെ ഗോവിന്ദൻ, വാസ്തവത്തിൽ ഭഗവാൻ എല്ലാ ഗോക്കളുടെയും ഇന്ദ്രനാണ്. ഗോ എന്ന ശബ്ദം കൊണ്ട് ചരിക്കുന്നതെല്ലാം, ഗമ ധാതുവിൽ നിന്നാണ് ഗോ ശബ്ദം ഉണ്ടാകുന്നത്. ഗമിക്കുന്നതെല്ലാം ഗോക്കളാണ്. ഈ ലോകത്തിൽ ഗമിക്കാത്തതായിട്ട് എന്താണുള്ളത്? ഈ ലോകമേ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റങ്ങൾ നിറഞ്ഞതാണ്, അല്ലേ? ഒരു ചെറിയ ആറ്റങ്ങൾ മുതൽക്ക് ബ്രഹ്മാണ്ടങ്ങൾ വരെ, സൗരയൂഥാദി അല്ലെ, ഗാലക്സികൾ എല്ലാം തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ചലിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്ത്, എല്ലാം ഗോക്കളാണ്. ഇനി സൂര്യൻ മുതലായ ഗ്രഹങ്ങളെയും ഗോക്കൾ, നക്ഷത്രങ്ങളെയും ഗോക്കൾ എന്ന് പറയും. അതിന്റെ കിരണങ്ങളെ ഗോക്കൾ എന്ന് പറയും. സൂര്യകിരണങ്ങൾ ഗോക്കളാണ്. ഗോപിഹി എന്ന് പറഞ്ഞാൽ രശ്മിബിഹി എന്നർത്ഥമാണ്. അപ്പൊ സൂര്യൻ തന്റെ കിരണങ്ങളെ കൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കുന്നു. ഗോപിഹി എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോ സൂര്യകിരണങ്ങൾ, ചന്ദ്രകിരണങ്ങൾ, നക്ഷത്രകിരണങ്ങൾ എല്ലാം ഗോക്കളാണ്. ഈ ഗോ ശബ്ദത്തിന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കാരണം ഈ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് ഗമിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് അവയ്ക്ക് ഗോ ശബ്ദം. ഗോചരം എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയങ്ങൾ ചരിക്കുന്നത് എന്നാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായതിനെയാണ് നമ്മൾ ഗോചരം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മൂക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ത്വക്കുകൊണ്ടോ അറിയാൻ കഴിയുന്നത് ഗോചരം. അപ്പൊ ഗോക്കൾ ചരിക്കുന്നത്, ഏത് ഗോക്കൾ? ഇന്ദ്രിയങ്ങളാകുന്ന ഈ ഇന്ദ്രിയങ്ങൾ പശുക്കളെ പോലെ അല്ലേ അലഞ്ഞു തിരിയ തന്നെയാണ്, അന്വേഷിച്ച് നടക്കുക തന്നെയാണ്, വിഷയങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഗോക്കളാണ്, വാക്കുകൾ ഗോക്കളാണ്. വാക്കുകൾ ഗമിപ്പിക്കുന്നതാണ്, ആശയങ്ങളെ ഗമിപ്പിക്കുന്നതാണ് വാക്കുകൾ. അതുകൊണ്ട് ഗോശബ്ദത്തിന് വാക്ക് എന്നർത്ഥം, ഗോശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. വേദം, വേദവാക്കുകൾ അതൊക്കെ ഗോശബ്ദമാണ്. ഗോഭിഹി വേദവാഗ്ഭിഹി വിന്ദതേ ഇതി ഗോവിന്ദ. വേദവാക്കുകളെ കൊണ്ട് അറിയപ്പെടുന്നവനാണ്, അറിയാൻ കഴിയുന്നവനാണ്. വേദവാക്കുകളാണ് ഈ ഭഗവാനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള പ്രമാണമായിരിക്കുന്ന അറിവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി എന്നൊക്കെയുള്ള ഭഗവാനെ ചൂണ്ടിക്കാണിക്കുന്ന, ഭഗവാന്റെ ലക്ഷണം പറയുന്ന ആ വേദവാക്കുകൾ, ആ വാക്കുകളിലൂടെയാണ് നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്, ഭഗവാനെ പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഗോവിന്ദ ശബ്ദത്തിന് വേദവാക്കുകളാൽ പ്രാപിക്കപ്പെടേണ്ടവൻ, വേദാന്തവേദ്യൻ, ഈ ഭൂമിയെ രക്ഷിക്കുന്നവൻ, നക്ഷത്രങ്ങളെ പരിപാലിക്കുന്നവൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ രക്ഷിക്കുന്നവൻ, വെറും പശുക്കളെയും ഗോപന്മാരെയും മാത്രം രക്ഷിക്കുന്നവനല്ല. എല്ലാ അർത്ഥത്തിലും ആ ഗോവിന്ദ ശബ്ദം. പക്ഷെ ഇവിടെ സന്ദർഭത്തിൽ കഥയിൽ ഞങ്ങളെ രക്ഷിച്ച, പശുക്കളെ രക്ഷിച്ച, ഗോപന്മാരെ രക്ഷിച്ച ഗോവിന്ദൻ എന്ന് ഏറ്റവും സ്ഥൂലാർത്ഥം. അപ്പൊ ഇങ്ങനെ
ഗോവിന്ദ ഇതി അഭ്യതാത്, ഗോവിന്ദൻ എന്ന് അഭിദാനം ചെയ്തു, നാമകരണം ചെയ്തു എന്നർത്ഥം. ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിഃ പയസാത്മനഃ ജലൈരാകാശഗംഗായാഃ ഐരാവതകരോദ്ധൃതൈഃ ഇന്ദ്രസുരർഷിഭിഃ സാകം മോദിതോ ദേവമാതൃഭിഃ അഭ്യഷിഞ്ചത ദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാത്. അഹമിന്ദ്രോ ഹി ദേവാനാം ത്വം ഗവാം ഇന്ദ്രതാം ഗതഃ ഗോവിന്ദ ഇതി ലോകേ ത്വാം ഗാസ്യന്തി ഭുവി മാനവാഃ. അഹമിന്ദ്രോ ഹി ദേവാനാം ത്വം ഗവാം ഇന്ദ്രതാം ഗതഃ ഗോവിന്ദ ഇതി ലോകേ ത്വാം ഗാസ്യന്തി ഭുവി മാനവാഃ. ഇന്ദ്രൻ പറയുന്ന വാക്കുകളാണ്. അഹം ദേവാനാം ഇന്ദ്രഃ ഹി, ഞാൻ ദേവന്മാർക്കെല്ലാം ഇന്ദ്രനാണ്, അവരുടെയൊക്കെ നായകനാകുന്നു. ഹി എന്നത് അത് ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ത്വം ലോകേ ഗവാം ഇന്ദ്രതാം ഗതഃ, ത്വം അങ്ങാകട്ടെ ഇപ്പോ ഇതാ ലോകേ ഈ ലോകത്തില് ഗവാം ഇന്ദ്രതാം ഗതഃ പശുക്കളുടെ ഇന്ദ്ര പദവിയെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗോവിന്ദ ഇതി ലോകേ ത്വാം ഗാസ്യന്തി ഭുവി മാനവാഃ. ഈ ശ്ലോകം പാഠഭേദത്തിൽ വന്നിട്ടുള്ളതാണ്, അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോ അഹം ഇന്ദ്രോഹി ദേവാനാം ത്വം ഗവാം ഇന്ദ്രതാം ഗതഃ, മിസ്സിംഗ് വേണമെങ്കിൽ കൂട്ടിച്ചേർത്തോളൂ. അഹം ഇന്ദ്രോഹി ദേവാനാം ത്വം ഗവാം ഇന്ദ്രതാം ഗതഃ ഗോവിന്ദ ഇതി ലോകേ ത്വാം ഗാസ്യന്തി ഭുവി മാനവാഃ. സപ്താഹത്തിന് വായിക്കണം എന്നില്ല, സപ്താഹത്തിന് ഈ വരികൾ വായിക്കാറില്ല. കാരണം നമ്മൾ സപ്താഹത്തിന് വായിക്കുന്ന ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ മൂലം മാത്രമുള്ള പുസ്തകമാണ്, അതിൽ ഇല്ല. അപ്പൊ എന്തായാലും വളരെ അർത്ഥമുള്ള വാക്കുകൾ തന്നെയാണ്, പ്രയോജനമുള്ള വാക്കുകൾ തന്നെയാണ്, നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ദേവന്മാരുടെ ഇന്ദ്രതയെ പ്രാപിച്ചിരിക്കുന്നു, അങ്ങ് പശുക്കളുടെ ഇന്ദ്രതയെ ഇപ്പതാ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ത്വാം ലോകേ ഗോവിന്ദഃ ഇതി മാനവാഃ ഭുവി ഗാസ്യന്തി, അങ്ങയെ ഈ ഭൂമിയില് മാനവന്മാർ ഗോവിന്ദഃ ഇതി ഗാസ്യന്തി, ഗോവിന്ദൻ എന്ന് ഗാനം ചെയ്യും. മനസ്സിലാക്കി വെച്ചാൽ മതി. ആ സമയത്ത് ദേവന്മാരുടെ കൂടെ നാരദൻ, തുമ്പുരു മുതലായ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു, ഗന്ധർവ വിദ്യാധരാദികൾ എല്ലാവരും ആഘോഷിക്കുന്നു. തത്രാഗതാസ്തുംബുരു നാരദാദയോ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ ജഗുർയശോ ലോകമലാപഹം ഹരേഃ സുരാംഗനാ സന്നുനൃദുർമുദാന്വിതാഃ. തത്രാഗതാ തുംബുരു നാരദാദയോ ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ ജഗുർയശോ ലോകമലാപഹം ഹരേഃ സുരാംഗനാ സന്നുനൃദുർമുദാന്വിതാഃ. തത്ര ആഗതാഃ തുംബുരു നാരദാദയഃ. തത്ര അപ്പോൾ, അവിടെ എന്നൊക്കെ അർത്ഥം. അവിടെ തുംബുരു നാരദാദയഃ, തുംബുരു നാരദൻ മുതലായ മഹർഷിമാരും ഗന്ധർവ വിദ്യാധര സിദ്ധചാരണാഃ ആഗതാഃ. ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഇങ്ങനെ ദേവവർഗത്തിൽപ്പെട്ടവരെല്ലാവരും ആഗതാഃ വന്നു ചേർന്നു. അവിടെ തത്രാഗതാഃ അവിടെ വന്നു ചേർന്നു. എന്നിട്ടോ ഹരേഃ ലോകമലാപഹം യശഃ ജഗുഃ. ആ ഹരിയുടെ, ഭഗവാന്റെ ലോകമലാപഹം, ലോകത്തിന്റെ മലത്തെ അപഹരിക്കുന്ന, ലോകത്തിന്റെ പാപങ്ങളെ നശിപ്പിക്കുന്ന, കേൾക്കുന്നവരുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ഭഗവാന്റെ യശസ്സിനെ ജഗുഹു ഗാനം ചെയ്തു. ഗന്ധർവ വിദ്യാധരാദികളും തുമ്പുരു നാരദൻ മുതലായ മഹർഷിമാരും എല്ലാവരും തന്നെ ഭഗവാന്റെ യശസ്സിനെ ഗാനം ചെയ്തു. ഹരേഹേ ലോകമലാപഹം യശഃ ജഗുഹു.
സുരാംഗനാഹ മുദാന്വിതാഹ നനൃദുഹു. സുരാംഗനാഹ ദേവാംഗനാഹ ദേവസ്ത്രീകള് മുദാ അന്വിതാഹ മോദത്തോടു കൂടിയവരായിട്ട് സന്തോഷത്തോടു കൂടിയവരായിട്ട് നൃദുഹു നൃത്തം ചെയ്തു എന്നർത്ഥം. ദേവസ്ത്രീകള് അവർക്ക് എങ്ങനെയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിയുക? അവര് ഭഗവാന്റെ ഈ ഒരു എന്താ പറയുക, ഭഗവാനെ ഇവരെല്ലാം കൂടി ചേർന്ന് അംഗീകരിച്ചത്, ഭഗവാൻ സ്വീകരിച്ചു, ഇവരുടെ പൂജയെ നാമകരണത്തെയൊക്കെ അംഗീകരിച്ചു. അപ്പൊ അതിൽ ദേവസ്ത്രീകൾ സന്തോഷിച്ചു എന്നർത്ഥം. ഇപ്പോ ദേവാംഗനാഹ അഥവാ സുരാംഗനാഹ സന്നനൃദുഹു സമ്യക്കായി നൃത്തം ചെയ്തു. മുദാന്വിതാഹ സന്തോഷപൂർവം. തം തുഷ്ടുവുർദേവനികായ കേതവോ വ്യവാകിരൻശ്ചാദ്ഭുത പുഷ്പവൃഷ്ടിഭിഃ ലോകാ പരാം നിർവൃതിമാപ്നുവൻ ത്രയോ ഗാവസ്തദാ ഗാം അനയൻ പയോദ്രുതാം. തം തുഷ്ടുവുർദേവനികായ കേതവോ വ്യവാകിരംശ്ചാദ്ഭുത പുഷ്പവൃഷ്ടിഭിഃ ലോകാ പരാം നിർവൃതിമാപ്നുവം സ്ത്രയോ ഗാവസ്തദാ ഗാമനയൻ പയോദ്രുതാം. തം തുഷ്ടുവുഃ ദേവനികായ ഹേതവഃ. ദേവനികായ കേതവഃ. ദേവനികായം ദേവസമൂഹം. അതിൽ കേതുക്കൾ എന്ന് പറഞ്ഞാല് ഉയർന്നു നിൽക്കുന്നവർ. കേതു എന്ന് പറഞ്ഞാൽ കൊടി തോരണങ്ങളാണ്, ധ്വജസ്തംഭം, ഇതിനൊക്കെയാണ് കേതു എന്ന് പറയുക. അപ്പോ മുഖ്യന്മാർ എന്ന അർത്ഥത്തിൽ ഉയർന്നു നിൽക്കുന്നവർ, ദേവനികായത്തിൽ ശ്രേഷ്ഠന്മാർ. അപ്പൊ ദേവനികായ കേതവഃ ആ സ്വർഗലോകത്ത് വസിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠന്മാരായ ദേവന്മാർ തം തുഷ്ടുവുഃ ആ കൃഷ്ണനെ സ്തുതിച്ചു, സ്തോത്രം ചെയ്തു. അത്ഭുത പുഷ്പവൃഷ്ടിഭിഃ ത്രയഃ വ്യവാകിരൻ അത്ഭുതങ്ങളായ ദേവലോകത്തിലെ പുഷ്പങ്ങളെ കൊണ്ട് വൃഷ്ടി ചെയ്ത് വ്യവാകിരൻ വിതറുകയും ചെയ്തു. പുഷ്പവൃഷ്ടി ഭഗവാന്റെ നേരെ വിതറി വർഷിച്ചു എന്നർത്ഥം. ത്രയഃ ലോകാഃ പരാം നിർവൃതിം ആപ്നുവന്. ത്രയഃ ലോകാഃ മൂന്ന് ലോകങ്ങളും പരമമായ നിർവൃതിയെ പ്രാപിച്ചു. ഗാവഃ തഥാ ഗാം പയോദ്രുതാം അനയന്. ഗാവഃ പശുക്കളും അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? ആ സമയത്ത് തഥാ ഗാം ഭൂമിയെ പയോദ്രുതാം അനയന് പയസ്സുകൊണ്ട് ദ്രവിച്ചതായി നയിച്ചു എന്ന് പറഞ്ഞാലോ, അവർ പാൽ ചുരന്നു. ആരുടെയും പ്രേരണ കൂടാതെ സ്വയമേവ അവർ പാൽ ചുരന്നു. ആ ചുരന്ന പാൽ കൊണ്ട് ഭൂമി നനഞ്ഞു, ആർദ്രമായി എന്നർത്ഥം. പയസ്സുകൊണ്ട് ദ്രുതം, ആർദ്രം, ദ്രവിച്ചത്, അലിഞ്ഞത് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭൂമി മുഴുവൻ ഈ പശുക്കളുടെ പാല് ചുരന്നിട്ട് ആർദ്രമായി ഭവിച്ചു. ആ ആർദ്രഭാവത്തെ നയിച്ചു അനയൻ. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു. ഭഗവാൻ സന്തോഷിച്ചപ്പോൾ എന്നർത്ഥമാണ്. ഇവരെല്ലാം കൂടി ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ സന്തോഷിച്ചതോടുകൂടി എല്ലാവരുടെ ഉള്ളിലും ആ സന്തോഷം പ്രകടമായി. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആ സന്തോഷം പ്രകടിപ്പിച്ചത്. ദേവശ്രേഷ്ഠന്മാർ സ്തുതി ചെയ്തുകൊണ്ടും അത്ഭുതങ്ങളായ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടും മൂന്ന് ലോകത്തിലുള്ള ആളുകൾ പരമമായ നിർവൃതിയെ പ്രാപിച്ചുകൊണ്ടും പശുക്കൾ അവരുടെ അകിടിൽ നിന്ന് പാൽ ചുരന്നുകൊണ്ട് ഭൂമിയെ നനച്ചുകൊണ്ടും അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. തം തുഷ്ടുവുർദേവനികായ കേതവോ വ്യവാകിരംശ്ചാദ്ഭുത പുഷ്പവൃഷ്ടിഭിഃ ലോകാ പരാം നിർവൃതിമാപ്നുവൻ ത്രയോ ഗാവസ്തദാ ഗാം അനയൻ പയോദ്രുതാം. നാനാരസൗഘാ സരിതോ വൃക്ഷാ ആസൻ മധുസ്രവാഃ അകൃഷ്ടപച്യ ഔഷധയോ ഗിരയോ അഭിബ്രതുന്മണീൻ. നാനാരസൗഘാ സരിതോ വൃക്ഷാ ആസൻ മധുസ്രവാഃ അകൃഷ്ടപച്യ ഔഷധയോ ഗിരയോ അഭിബ്രതുന്മണീൻ. സരിതഃ നാനാരസൗഘാഃ നദികള്, സരിത്തുക്കള് നാനാരസങ്ങളെ ഒഴുക്കുന്നവരായി പ്രവഹിക്കുന്നവരായി ഭവിച്ചു. അല്ലേ? പാലും തേനും ഒഴുകുക എന്ന് പറയില്ലേ നദികളില്.
അതിനുള്ള നാനാരസം, പാലും തേനും നെയ്യും, എന്താ പറയുക, പഴച്ചാറുകളും കരിമ്പിൻ ചാറും അങ്ങനെയുണ്ടല്ലോ. നമ്മുടെ പല സമുദ്രങ്ങൾക്കും ആ പേരാണ് പറഞ്ഞത് പഞ്ചമസ്കന്ധത്തിൽ. ക്ഷീരോദം, ദതിമന്തോദം, ഇക്ഷുരസോദം, അല്ലേ, ഇക്ഷുരസം, കരിമ്പിൻ ചാറ്, ക്ഷീരം, പാല്. അപ്പൊ ഇങ്ങനെയുള്ള തേനും പാലും ഒഴുകുന്നവയായി തീർന്നു ഭൂമിയിലെ നദികൾ. അതാണ് നാനാരസൗഗാഹ സരിത. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണത്. വൃക്ഷാഹ ആസൻ മധുസ്രവാഹ. വൃക്ഷങ്ങളെല്ലാം തേനൊഴുക്കുന്ന ഫലപുഷ്പങ്ങളെ പ്രകാശിപ്പിച്ചു എന്നർത്ഥം. വൃക്ഷങ്ങളിൽ നല്ല പുഷ്പങ്ങളും തേനൊഴുകുന്നു, അതിൽ പഴങ്ങളും പഴുത്ത് തേനൊഴുകുന്നതായി ഭവിച്ചു. നല്ല മധുരമുള്ളതായിട്ടുള്ള പഴങ്ങളെ കൊണ്ടൊക്കെ വൃക്ഷങ്ങൾ നിറഞ്ഞു എന്നർത്ഥം. അപ്പൊ വൃക്ഷ ആസൻ മധുസ്രവാഹ അകൃഷ്ടപച്യ ഔഷധയോ. ഔഷധയ അകൃഷ്ടപച്യാഹ. സസ്യാദികൾ കർഷണം ചെയ്യാതെ തന്നെ പാകം വന്നവയായി ഭവിച്ചു. എന്നുവെച്ചാൽ നമ്മൾ കൃഷി ചെയ്യാതെ തന്നെ പല വിത്തും മുളച്ചു വരില്ലേ, നമ്മളതിന് പടുവിത്ത് എന്ന് പറയും അല്ലേ. സാധാരണ നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് വളമൊക്കെ ഇട്ടുകൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് സംരക്ഷിച്ചുണ്ടാക്കുന്ന ആ സസ്യങ്ങളെക്കാൾ കൂടുതലായിട്ടാണ് ഈ പടുവിത്തുകൾ ഫലം തരിക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. കാരണം അവയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ശക്തിയുണ്ട്, സ്വയം വളർന്നതാണ്. ഇത് നമ്മൾ എന്താ പറയുക, സ്പൂൺ ഫീഡ് ചെയ്തതാണ്. അമുൽ ബേബികളാണ് നമ്മൾ കൃഷി ചെയ്യുന്ന സസ്യങ്ങൾ. മറ്റത് സ്വന്തം പ്രതിരോധ ശക്തിയുള്ള, സ്വയം പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, ധാരാളം പോഷക ശക്തി ഉള്ളതായിട്ടുള്ള ചെടികളാണ് പടുവൃക്ഷങ്ങൾ, പടുച്ചെടികൾ. ഇപ്പോൾ നമ്മൾ മത്തനും കുമ്പളങ്ങിയും വെള്ളരിക്കയും ഒക്കെ തന്നെത്താനുണ്ടാവും അല്ലേ. അതിലെത്ര കാച്ച് തള്ളും. നമ്മൾ കഷ്ടപ്പെട്ട് പന്തലൊക്കെ ഇട്ട് കൊടുത്ത് വളവും വെള്ളവും ഒഴിക്കുന്നതായിട്ടത് ഒന്നോ രണ്ടോ ഉണക്ക കായ്കളും തന്നിട്ട് ചിലപ്പോൾ ഉണങ്ങിയും പോകും അല്ലേ. ശോഷിച്ചതായിട്ടുള്ള ചില കായ്കളെ തന്ന് വേഗം ഉണങ്ങിപ്പോകും. അതുപോലെ ഇവിടെ അകൃഷ്ടപച്യാഹ. അകൃഷ്ടപച്യം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാതെ, ഭൂമിയെ ഉഴുകാതെ എന്നർത്ഥമാണ്. കൃഷ്ടം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യപ്പെട്ടത്, കർഷണം ചെയ്യപ്പെട്ടത്, കലപ്പ കൊണ്ട് ഉഴുതതോ കിളച്ചു മറിച്ചതോ ഒക്കെ ആയത്. അത് ചെയ്യാതെ തന്നെ പച്യം എന്നാൽ പാകം വന്നത് സസ്യങ്ങൾ, വൃക്ഷങ്ങൾ എല്ലാം അകൃഷ്ടപച്യ ഔഷധയ, ഓഷധികൾ അകൃഷ്ടപച്യങ്ങളായി ഭവിച്ചു, പാകം ചെയ്തതായിട്ട് വന്നു. ആസന്ന് ഗിരയ ഉന്മണീൻ അഭിബ്രത്. ഗിരയ പർവ്വതങ്ങള് ഉന്മണീൻ അഭിബ്രത്. ഉന്മണി എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ. പർവ്വതങ്ങളുടെ ഉള്ളില് മറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള രത്നങ്ങളെയെല്ലാം പർവ്വതങ്ങൾ സ്വയം മുകളിലേക്ക് കൊണ്ടുവന്ന് പ്രകാശിപ്പിച്ചു. ശ്രേഷ്ഠങ്ങളായ രത്നങ്ങളെ, ഉള്ളിലുള്ള രത്നങ്ങളെ പുറത്തേക്ക് പ്രകാശിപ്പിച്ചു. അഭിബ്രത് ഭരിച്ചു നിന്നു. അപ്പൊ പർവ്വതങ്ങളിലൊക്കെ ധാരാളം രത്നങ്ങൾ അവൈലബിളായി എന്നർത്ഥം. ഭഗവാന്റെ ആ സാന്നിധ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭൂമി വളരെ ഐശ്വര്യ സമൃദ്ധമായി എന്നർത്ഥം. നാനാരസൗഘാസരിത വൃക്ഷ ആസൻ മധുസ്രവാഹ അകൃഷ്ടപച്യൗഷധയോ ഗിരയോ അഭിബ്രതുന്മണീൻ. കൃഷ്ണേ അഭിഷിക്തേ ഏതാനി സത്വാനി കുരുനന്ദന നിർവൈരാണ്യഭവൻ താത ക്രൂരാണ്യഭിനിസർഗതഃ. കൃഷ്ണേ അഭിഷിക്തേ ഏതാനി സത്വാനി കുരുനന്ദന നിർവൈരാണ്യഭവൻ താത ക്രൂരാണ്യഭിനിസർഗതഃ. ഹേ കുരുനന്ദന, അല്ലയോ കുരുവംശത്തിൽ വന്ന് ആ വംശത്തിന് ആനന്ദത്തെ കൊടുത്ത പരീക്ഷിത്തേ. ഹേ താത എന്നുകൂടിയുണ്ട്. അഭവൻ താത, അല്ലയോ വത്സ, അല്ലയോ മോനെ എന്നൊക്കെ അർത്ഥത്തില്
പരീക്ഷത്തിനെ സംബോധന ചെയ്യുന്നു. ഹേ കുരുനന്ദന, ഹേ താത, കൃഷ്ണേ അഭിഷിക്തേ സതി. കൃഷ്ണൻ ഇങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടതായിട്ടുള്ള സന്ദർഭത്തിങ്കൽ, സുരഭിയാലും ഇന്ദ്രനാലും ഗോവിന്ദാഭിഷേകം ചെയ്യപ്പെട്ടതായിട്ടുള്ള വിഷയത്തിൽ നിസർഗത ക്രൂരാണി അപി, നൈസർഗികമായി സ്വഭാവേന ജന്മന ക്രൂര സ്വഭാവമുള്ളതായിട്ടുള്ള ജന്തുക്കൾ, ഏതാനി സത്വാനി, ഈ പല പ്രാണിവർഗങ്ങളും പാമ്പ് മുതലായതും നിർവൈരാണിയാസന്, വൈരമില്ലാത്തവരായി ഭവിച്ചു. വിഷപ്പാമ്പുകളും അതുപോലെയുള്ള ക്രൂര ജന്തുക്കളുമെല്ലാം ശാന്തരായി ഭവിച്ചു, ആരോടും വൈരം പ്രകടിപ്പിക്കാതെ സന്തോഷത്തോടുകൂടി ഭവിച്ചു എന്നർത്ഥം. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പ്രകൃതി തന്നെ സന്തോഷിക്കുകയാണ്. ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സഹ അനുജ്ഞാതോ യയൗ ശക്രോ വൃതോ ദേവാദിഭിർദിവം. ഇതി ഗോകുലപതിം ഗോവിന്ദം അഭിഷിച്യ സഹ അനുജ്ഞാതോ യയൗ ശക്രോ വൃതോ ദേവാദിഭിർദിവം. ഇതി ഇപ്രകാരം ഗോകുലപതിം ഗോവിന്ദം അഭിഷിച്ച്, ഗോകുലപതി, ഗോക്കളുടെയും ഗോകുലത്തിന്റെയും നാഥനായ കൃഷ്ണനെ ഗോവിന്ദം അഭിഷിച്ച്, ഗോവിന്ദൻ എന്ന പേരിൽ ഗോക്കളുടെ ഇന്ദ്രനായി അഭിഷേകം ചെയ്ത്, അനുജ്ഞാത സഹ ശക്ര, അനുജ്ഞാത എന്ന് പറഞ്ഞാൽ യാത്രാനുമതി നൽകിയവൻ, കിട്ടിയവൻ, ഭഗവാനാൽ യാത്രാനുമതി നൽകപ്പെട്ടവനായ ഇന്ദ്രൻ, സഹ ശക്ര ദേവാദിഭിഹി വൃത ദിവം യയൗ, ദേവാദികളാൽ ചുറ്റപ്പെട്ടവനായി, ദേവാദികളോട് കൂടിയവനായി, ദിവം യയൗ, ദേവലോകം യയൗ, സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ഇന്ദ്രൻ വന്ന് ക്ഷമാപണം ചെയ്ത് ഭഗവാനെ സ്തുതിച്ചതും ഭഗവാന് ഗോവിന്ദാഭിഷേകം ചെയ്തതുമായിട്ടുള്ള ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. സുരഭിയും കൂടെ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ദ്രൻ പോയി, കൂടെ വന്ന സുരഭിയും ദേവന്മാരുമെല്ലാം തിരിച്ചുപോയി. ഇതി ഹരി ഓം ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഗോവിന്ദാഭിഷേക നിരൂപണം നാമ സപ്തവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭഗവാന്റെ ഗോവിന്ദാഭിഷേകം അതൊന്ന് സമർപ്പിച്ചു അല്ലേ? ഗോവിന്ദാഷ്ടകം ചൊല്ലി സമർപ്പിക്കാം. ഗോവിന്ദാഷ്ടകം. ഉദ്ദേശിച്ച ഗോവിന്ദാഷ്ടകം ഇല്ലെന്നും ശങ്കരാചാര്യ ഗോവിന്ദാഷ്ടകം.
അതെ, പേജ് 226. ശങ്കരാചാര്യകൃത ഗോവിന്ദാഷ്ടകം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം മൃത്സ്നാമത്സീഹേതി യശോദാതാടനശൈശവസന്ത്രാസം വ്യാദിതവക്ത്രാലോകിതലോകാലോകചതുർദശലോകാളിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ടപരിഭുവീരഗ്നം ക്ഷിതിഭാരഗ്നം ഭവരോഗഗ്നം കൈവല്യം നവനീതാഹാരമനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസമനാഭാസം ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോപാലം പ്രഭുലീലാവിഗ്രഹഗോപാലം കുലഗോപാലം ഗോപീഖേളന ഗോവർദ്ധനധൃത ലീലാലാളിതഗോപാലം ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുടനാമാനം ബഹുനാമാനം ഗോപീഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോപീമണ്ഡലഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാഭം ശശ്വദ്ഗോഖുരനിർധൂതോദ്ഗതധൂളീദൂസരസൗഭാഗ്യം ശ്രദ്ധാഭക്തിഗൃഹീതാനന്ദമചിന്യം ചിന്തിതസദ്ഭാവം ചിന്താമണിമഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം സ്നാനവ്യാകുലയോഷിത്വസ്ത്രമുപാദായാഗമുപാരൂഢം വ്യാധിൽ സന്ദീരദദിഗ്വസ്ത്രാഹ്യുപദാതുമുപാകർഷന്തം നിർദൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്താമാത്രശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം കാന്തം കാരണകാരണമാദിമനാദിം കാളഘനാഭാസം കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷഘ്നം കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം വൃന്ദാവന ഭുവി വൃന്ദാരകഗണ വൃന്ദാരാവിതവന്ത്യാംഗ്രിം കുന്ദാഭാമലമന്ദസ്മേരസുധാനന്ദം സുമഹാനന്ദം വന്ദ്യാശേഷമഹാമുനിമാനസ വന്ദ്യാനന്ദ പദദ്വന്ദ്വം വന്ദ്യാശേഷഗുണാബ്ധിം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദാഷ്ടകമേതദധീതേ ഗോവിന്ദാർപ്പിതചേതായോ ഗോവിന്ദാച്യുത മാധവ വിഷ്ണോ ഗോകുലനായക കൃഷ്ണേതി ഗോവിന്ദാംഗ്രി സരോജധ്യാന സുധാജലദൗദ സമസ്താഘോ
ഗോവിന്ദം പരമാനന്ദാമൃതമന്ദസ്തം സതമഭ്യേദി. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വേറൊരു ഗോവിന്ദാഷ്ടകം കൂടി ഉണ്ട്. അതിൻ്റെ കർത്താവ് ആരാണെന്ന് അറിയില്ല. ഗോവിന്ദാഷ്ടകം. ചിദാനന്ദാകാരം ശ്രുതിസരസസാരം സമരസം നിരാധാരാധാരം ഭവജലധിപാരം പരഗുണം രമാഗ്രീവാഹാരം വ്രജവനവിഹാരം ഹരമുതം സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. മഹാംബോധിസ്ഥാനം സ്ഥിരചരനിദാനം ദിവിജപം സുധാധാരാപാനം വിഹഗപതിയാനം യമരതം മനോജ്ഞം സുജ്ഞാനം മുനിജനനിധാനം ധ്രുവപദം സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. ധിയാ ധീരൈർധ്യേയം ശ്രവണപുടപേയം യതിവരൈഃ മഹാവാക്യൈർജ്ഞേയം ത്രിഭുവനവിധേയം വിധിപരം മനോമാനാമേയം സപദി ഹൃദി നേയം നവതനും സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. മഹാമായാജാലം വിമലവനമാലം മലഹരം സുഭാലം ഗോപാലം നിഹത ശിശുപാലം ശശിമുഖം കലാതീതം കാലം ഗതിജിതമരാളം മുരരിപും സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. നഭോ ബിംബസ്ഫീതം നിഗമഗണഗീതം സമഗതിം സുരൗഘേ സംപ്രീതം ദിദിജ വിപരീതം പുരിശയം ഗിരാം പന്ഥാതീതം സ്വദിതനവനീതം നയകരം സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. പരേശം പദ്മേശം ശിവകമലജേശം ശിവകരം ദ്വിജേശം ദേവേശം തനുകുട്ടിലകേശം കലിഹരം ഖഗേശം നാഗേശം നിഖിലഭുവനേശം നഗധരം സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. രമാകാന്തം കാന്തം ഭവഭയഭയാന്തം ഭവസുഖം ദുരാശാന്തം ശാന്തം നിഖിലഹൃദി ഭാന്തം ഭുവനപം വിവാദാന്തം ദാന്തം ധനുജ നിചയാന്തം സുചരിതം സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. ജഗജ്യേഷ്ഠം ശ്രേഷ്ഠം സുരപതികനിഷ്ടം ക്രതുപതിം ബലിഷ്ഠം ഭൂയിഷ്ഠം ത്രിഭുവനവരിഷ്ഠം വരവഹം സ്വനിഷ്ഠം ധർമ്മിഷ്ഠം ഗുരുഗുണഗരിഷ്ഠം ഗുരുവരം സദാ തം ഗോവിന്ദം പരമസുഖകന്ദം ഭജതരേ. ഗദാപാണേരേതദ്ദുരിതദളനം ദുഃഖശമനം വിശുദ്ധാത്മാസ്തോത്രം പഠതി മനുജോ യസ്തു സതതം സഭുക്ത്വാ ഭോഗൗഘം ചിരമിഹ തതോ വാസ്തവ്രജിനോ വരം വിഷ്ണോ സ്ഥാനം വ്രജതി ഖലു വൈകുണ്ഠഭുവനം വരം വിഷ്ണോ സ്ഥാനം വ്രജതി ഖലു വൈകുണ്ഠഭുവനം.
സദാ തം ഗോവിന്ദം പരമസുഗതകന്ദം ഭജതരേ. സദാ തം ഗോവിന്ദം പരമസുഗകന്ദം ഭജതരേ. ഈ ഗോവിന്ദാഷ്ടകം സമ്പൂർണം. അങ്ങനെയുള്ള സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ. ഹരി ഓം. നാളെ രാവിലെ 11 മണിക്ക് നോക്കാം. ഇനി അടുത്ത അധ്യായത്തിൽ വരുണജയമാണ്. നന്ദഗോപർ അസമയത്ത് കുളിക്കാൻ പോയപ്പോൾ വരുണന്റെ ഭൃത്യന്മാരായ അസുരന്മാര് നന്ദനെ വരുണലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഭഗവാൻ ചെന്ന് വരുണനാൽ പൂജിതനായി പിതാവിനെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന കഥയാണ് മുഖ്യം. വരുണജയം നമുക്ക് നാളെ കാണാം. ചെറിയ അധ്യായമുള്ളൂ, 17 ശ്ലോകമുള്ളൂ. അത് കഴിഞ്ഞ രാസ പഞ്ചാധ്യായി, ഗംഭീരമായിട്ടുള്ള 5 അധ്യായങ്ങൾ. ഈ വരുന്ന ഡിസംബർ 3-ാം തീയതി ഗുരുവായൂരിൽ വെച്ചുള്ള വിഷ്ണു സ്തോത്രങ്ങളുടെ പാരായണത്തിൽ പങ്കെടുക്കാൻ കഴിവുള്ളവരെല്ലാം പങ്കെടുക്കുക. ആർക്കൊക്കെ സാധിക്കുമോ എല്ലാവരും വരിക. ആരും വന്നില്ലെങ്കിൽ പരിഭവിക്കുകയൊന്നുമില്ല. വന്നാൽ നല്ലത്. ഭഗവാന്റെ അടുത്തിരുന്നു കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ സമീപത്തിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങൾ പാടാം. അതിലേറ്റവും പ്രധാനം വിഷ്ണു സഹസ്രനാമം ഒരു 3 ആവർത്തി നമ്മൾ അവിടെ ചൊല്ലും. അതൊരു 8 മണിക്കേ ആരംഭിക്കുള്ളൂ. അതിനു മുമ്പ് മറ്റു പല ഇപ്പം ചൊല്ലിയ പോലെയുള്ള സ്തോത്രങ്ങൾ, മുകുന്ദമാല, അതൊക്കെ ചൊല്ലും. 8 മണി ഇത് കരുതുന്നത് എന്തിനാ വെച്ചാൽ എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടി. ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ, രാവിലെ വരുന്നവർക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് 8 മണിക്ക് വിഷ്ണു സഹസ്രനാമം. 3 പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞ് പിന്നെ നാരായണീയത്തിലെ പ്രധാന ദശകങ്ങൾ പാരായണം. അത് കഴിഞ്ഞ് ഗീതയിലെ മിനിമം 2 അധ്യായങ്ങളെങ്കിലും പാരായണം, 12ഉം 15ഉം. പിന്നെ നമുക്ക് സമയം നോക്കി സൗകര്യം പോലെയൊക്കെ ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, വിശപ്പ്, ദാഹം അല്ലേ, എല്ലാം നോക്കണ്ടേ. അതിനനുസരിച്ച് നമുക്ക് 12:30-ക്കോ 1 മണിക്കോ ഒക്കെ നിർത്താം. മാത്രമല്ല ആ ഉച്ചപൂജ കഴിഞ്ഞ് എല്ലാവർക്കും തൊഴാനും സൗകര്യം ഉണ്ടാവും. വേദി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ, അതായത് നമ്മുടെ അകത്ത് ഒരു വിശ്വരൂപം കൊത്തിവെച്ചത് പ്രദർശിപ്പിച്ചിട്ടില്ലേ, അവിടെ ഒരു മൂലയ്ക്കൊരു കോണിയില്ലേ മുകളിലേക്ക്. ആധ്യാത്മിക ഹാൾ എന്നാ പറയുക. പണ്ട് ആഞ്ഞത്തിൻ്റെ നേതൃത്വത്തിൽ നാമജപവും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും അത് നാമജപങ്ങൾക്കൊക്കെ ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനൊരു പ്രത്യേക ഫീസ് നമ്മൾ അടയ്ക്കണം. 6 മണിക്കൂറിലേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അതിന് 5000 രൂപയാണ് അവിടെ കെട്ടിവെക്കേണ്ടത്. അത് കെട്ടിവെച്ചു. അങ്ങനെ 6 മണിക്കൂർ നേരം അത് നമുക്ക് വേണ്ടി വിട്ടുതരും. ഒരു 100 പേരൊക്കെയാണ് അവിടെ കംഫർട്ടബിളായിട്ട് കൊള്ളുക പരമാവധി. പിന്നെ വന്നാൽ തിരക്കണം എല്ലാവരും. അതുകൊണ്ടാണ് എല്ലാവരും കൂടി തിരക്കി വരണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. വരാൻ പറ്റുന്നവർ, ആരോഗ്യമുള്ളവർ, സൗകര്യമുള്ളവർ
വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ റിസ്ക് ഒന്നും എടുക്കാതെ വരുന്നവർക്കൊക്കെ വരാം. ഇനി വളരെ തീവ്രമായ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം. നമ്മൾ മുമ്പ് പലപ്പോഴും ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും അല്ലെങ്കിൽ ഈ ആധ്യാത്മിക ഹാളിലും ഗീതാ പാരായണവും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊന്നും നടത്തിയില്ല. 2022 നടത്തിയതാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ പലരുടെയും ആവശ്യപ്രകാരമാണ് നമ്മളത് ശരിയെന്ന് സമ്മതിച്ചത്. നമ്മുടെ പാലക്കാട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസാണ് അതിന് മുൻകൈ എടുക്കുന്നത്. എല്ലാവർക്കും ഒന്ന് പങ്കുചേരാം. എല്ലാവരും നാരായണീയം, വിഷ്ണു സഹസ്രനാമം, മുകുന്ദമാല, അതുപോലെ ശങ്കര സ്തോത്രങ്ങൾ, ഈ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരാം. ഇനി പുസ്തകം കയ്യിലില്ലാത്തവർക്ക് നമ്മൾ കുറച്ച് കോപ്പികൾ അവിടെ വരും. അതെ, അയ്യപ്പൻ്റെ നടയുടെ നേരെ തന്നെയാണ്. അയ്യപ്പനിലെ അകത്ത് അയ്യപ്പൻ്റെ നേരെ മൂലയ്ക്ക്, വടക്ക് പടിഞ്ഞാറ് മൂല, പടിഞ്ഞാറേ നടയുടെ എത്തുന്നതിന് മുമ്പുള്ള മൂല. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ പ്രസാദ കൗണ്ടറാക്കിയിട്ട് പുറത്തേക്ക് കൗണ്ടറും അകത്തുകൂടെ പ്രസാദങ്ങൾ കയറ്റുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ മൂലയ്ക്കൊരു കോണിപ്പടിയുണ്ട്. വടക്ക് പടിഞ്ഞാറേ മൂല, അതിലൂടെ കോണിപ്പടി കയറി മുകളിൽ വരാം. കുറച്ച് ചെയറുണ്ടാവും, കുറച്ച് പേര് നിലത്തും ഇരിക്കാം. മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ലൈവൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഉള്ളിലേക്ക്, ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഒരു ഫോണും ഒരു എന്താ പറയുക ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്കൊരു സാധനയായിട്ട് പാരായണം ചെയ്യാനാണ്. വരുന്നവർക്കൊക്കെ വരാം. ശരി, ഹരി ഓം. എല്ലാവരെയും സ്വാഗതം ചെയ്യും. നാളെ രാവിലെ 11 മണിക്ക് കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.